എന്നും ഈ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു വെറൈറ്റിക്ക് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് പിടിക്കാവേ നമുക്കിന്ന്. മറ്റൊന്നും അല്ലാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റില് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പൊഹയുടെ റെസിപ്പിയാണ്. ഒരു കറിയുടെ പോലും ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അതിനായിട്ട് 2 കപ്പ് വെള്ള അവലെടുത്ത് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി 2 തവണ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നിങ്ങട് കഴുകിയെടുക്കാവേ. വെള്ളം നല്ല കട്ടിയുള്ള അവല് വേണേ പൊഹ ഉണ്ടാക്കാനായി എടുക്കാനായിട്ട്. ഒന്ന് അവിടെ ഇരുന്ന് നല്ലോണം കുതിർന്ന് വരട്ടെ. ഇനിയിപ്പോ റെഡിയാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകും അതേപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് കപ്പലണ്ടിയും കൂടി എടുക്കുന്നുണ്ട്. ഇതിപ്പോ വറുക്കാത്ത കപ്പലണ്ടി ആയതുകൊണ്ടാട്ടോ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം റെഡി ആയിട്ട് വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നിങ്ങട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നിങ്ങട് വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ക്യാരറ്റും ഒരു കുഞ്ഞു തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങട് വഴറ്റിയെടുക്കുന്നുണ്ട്. ശരിക്കും മിക്സാക്കി മൂടി വെച്ച് നല്ലോണം തന്നെ ഒന്നിങ്ങട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് ശരിക്കും ഒന്നിങ്ങട് മിക്സാക്കി എടുത്താലുണ്ടല്ലോ നമ്മുടെ പൊഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻ റെസിപ്പി അല്ലേ, കുറച്ച് മല്ലിയില കൂടുതൽ തന്നെ ചേർത്തേക്കാം. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ഒരേ 1 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നിങ്ങട് മിക്സാക്കി കൊടുക്കാട്ടോ. നല്ലൊരു ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാട്ടോ.